നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ ദിവസത്തെ പോലെ ഫുഡിൻ്റെയോ യാത്രയുടെയോ വീഡിയോയുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ്. നമ്മൾ ഏറ്റവും കരുതലോടെ വളർത്തുന്നവരാണ് നമ്മുടെ കുഞ്ഞുമക്കൾ, അല്ലേ? ഒരമ്മ എന്ന രീതിയിലും ഒരു ടീച്ചർ എന്ന രീതിയിലും പലപ്പോഴും ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ സമയത്തൊക്കെ എൻ്റെ സുഹൃത്തായ സോജൻ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ICHൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി ജോലി ചെയ്യുകയാണ്. കുട്ടികളുടെ പഠന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത് പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോഴൊക്കെ സോജൻ പറയുന്നൊരു വാക്കുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം. അപ്പൊ എന്താണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് ഒന്ന് വ്യക്തമാക്കാം. അനീഷ ടീച്ചർ എന്നോട് പലപ്പോഴും ചോദിച്ചു വരുന്ന ഒരു കാര്യങ്ങളാണ് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ നമ്മൾ എത്രത്തോളം പഠിപ്പിച്ചിട്ടും അവർ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഓർത്തിരിക്കുന്നില്ല, അല്ലെ പേപ്പറിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പറഞ്ഞൊക്കെ നിരവധി തവണ എന്നെ വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്, അതിൻ്റെ റെമഡിയൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് പഠന വൈകല്യം എന്നുള്ളതാണ്. നമ്മൾ ശരാശരിയിലോ അതിൽ കൂടുതലോ ബുദ്ധി നിലവാരം പുലർത്തുകയും പഠന കാര്യത്തിൽ മാത്രം പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക് കാര്യങ്ങളിൽ ഏതെങ്കിലും ഏരിയയിലോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്നോ ഒക്കെ അവർക്ക് കുട്ടികൾക്ക് പഠന പ്രശ്നങ്ങൾ വരുന്നതിനെയാണ് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം എന്ന് പറയുന്നത്. സോജൻ ഇപ്പോൾ പറഞ്ഞ ഈ ലേണിംഗ് ഡിസബിലിറ്റി, അപ്പോൾ ഓരോ കുഞ്ഞിലും ഈ പഠന പ്രശ്നമുണ്ട് എന്ന് നമുക്ക് അവരുടെ ഏത് ഏജിലാണത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്? നമുക്ക് സാധാരണയായിട്ട് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം എന്നുള്ളത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്നത് ടീച്ചേഴ്സിനാണ്. പേരൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷേ ടീച്ചേഴ്സിന് അത് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരു പ്രൈമറി ക്ലാസ്സിൽ തന്നെ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മൾ എത്രത്തോളം പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടും എത്തുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഡൗട്ടായിട്ട് വരുന്നത്. ഇവൻ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്, അല്ലെങ്കിൽ മോൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? അങ്ങനെ വരുമ്പോഴാണ് സാധാരണയായിട്ട് ഞങ്ങൾക്ക് റെഫർ ചെയ്ത് വരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ ക്ലാസ്സുകളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മാതാപിതാക്കൾക്ക് കുഞ്ഞിനിങ്ങനെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അനീഷ ടീച്ചർ പറഞ്ഞതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ അഥവാ പഠന വൈകല്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ തീരെ ചെറിയ പ്രായത്തിൽ കണ്ടെത്തുക എന്നതിലുപരിയായിട്ട് ഈ ഏർലി സ്റ്റേജിൽ തീരെ ചെറിയ കുട്ടിയായിരിക്കുന്ന ഇയാൾ, നമ്മുടെ മോൻ അല്ലെങ്കിൽ മോള് പഠന വൈകല്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം. അങ്ങനെ വരുന്ന കുട്ടികളിലേക്ക് കാണിക്കുന്ന ചെറിയ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സ്പീച്ച് ഡിലേ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കാനുള്ള ഒരു താമസിച്ച് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷണം തന്നെയാണ്. അങ്ങനെയുള്ള കുട്ടികൾ കൂടുതലായിട്ട് ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് എത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ചെറിയ കളറൊക്കെ പഠിപ്പിച്ചു, കളർ കൺസെപ്റ്റ് ഒന്നും കിട്ടുന്നില്ല, നമ്പർ 1, 2, 3 ഒക്കെ പഠിപ്പിച്ചിട്ട് എത്രയും പറ്റുന്നില്ല. അതൊക്കെ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ അവർ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റത്തില്ല. അത് സ്കൂളിലേക്കോ അല്ലെങ്കിൽ ക്ലാസ്സിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞിട്ടും ഇത് നിൽക്കുവാണെങ്കിലാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്നുള്ള ഒരു അസസ്മെൻറ്റിലേക്കൊക്കെ സാധാരണ പോകാറ്. പക്ഷേ ഈ എയർലി സിംറ്റംസ്, ആദ്യമേ കാണിക്കുന്ന ഈ ലക്ഷണങ്ങൾ നമ്മൾ അവഗണിക്കരുത്. കാരണം ഇത് ലേണിംഗ് ഡിഫിക്കൽറ്റി അഥവാ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള കുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന കുട്ടിക്ക് പഠന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ടീച്ചറിൻ്റെ അടുത്ത് വരുന്നൊരു പഠന പ്രശ്നങ്ങളുമായിട്ട് വരുന്നൊരു കുട്ടി നമ്മൾ എത്രത്തോളം പഠിപ്പിച്ചിട്ടും അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും അവൻ പഠിക്കുന്നില്ല. പഠിക്കുക എന്ന് പറയുമ്പോൾ റീഡിങ്, റൈറ്റിങ്, അരിത്തമെറ്റിക് കാര്യങ്ങളാണ്. വായിക്കുക, എഴുതുക, കണക്കൊക്കെ ചെയ്യാം. നമ്മൾ എത്രത്തോളം അവനെ ശ്രദ്ധിച്ചിട്ടും അവന് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോഴാണ് നമ്മൾ മറ്റൊരാൾക്ക് റെഫർ ചെയ്യുക. എന്താണ് യഥാർത്ഥ കാരണം? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എൻ്റെ അടുത്ത് വരുന്നൊരു കുട്ടിക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, പഠന കാര്യങ്ങളിലെല്ലാം പുറകോട്ട്, ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ആൾ ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം പഠിക്കാനുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം ആണോ എന്നുള്ളത് കണ്ടെത്തുന്നത് ആദ്യമേ നമ്മൾ നോക്കേണ്ടത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ IQ, ബുദ്ധി നിലവാരം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പഠിക്കുന്ന കാര്യത്തിൽ ബുദ്ധിക്ക് ഒരു യാതൊരുവിധ കുറവും ഇല്ലെന്നുള്ളത് ഉറപ്പാക്കുക. ഒരു നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് അവൻ്റെ ബുദ്ധി നിലവാരമൊക്കെ നോക്കിയതിന് ശേഷം IQ ലെവൽ നോക്കിയതിന് ശേഷം IQ സാധാരണ രീതിയിലുണ്ട്,
അങ്ങനെ ഉണ്ടെങ്കിൽ എന്നിട്ടും പഠിക്കാതെ നിൽക്കുകയാണ്. അന്നേരമാണ് നമ്മൾ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് നടത്തുന്നത്. സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് നടത്തുന്നത് ഒന്നെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് തന്നെ ചെയ്യാം, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി അസസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ പ്രശ്നമാണോ അതോ പഠന വൈകല്യം എന്നുള്ളതാണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ടും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് പഠന വൈകല്യമാണ് നമ്മൾ കണ്ടെത്തി. അവനെ എങ്ങനെ പഠനത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? നമ്മൾ ടീച്ചർ പറഞ്ഞ പോലെ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടി പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ 5th സ്റ്റാൻഡേർഡ്. ശരിക്കും കുട്ടിയുടെ അക്കാഡമിക് ലെവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 3rd സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 2nd സ്റ്റാൻഡേർഡിൻ്റെ ലെവലിലായിരിക്കും. ടീച്ചേഴ്സും അല്ലെങ്കിൽ പേരൻസൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ ലെവലിലേക്ക് പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. പക്ഷെ കുട്ടി നിൽക്കുന്നത് ചെറിയ ക്ലാസ്സിലാണ്, അതായത് 2nd സ്റ്റാൻഡേർഡിലോ 3rd സ്റ്റാൻഡേർഡിലോ. അവിടം തൊട്ട് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ തൊട്ട് കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറയുമ്പോൾ അക്കാഡമിക് റീഡിങ് റൈറ്റിങ് ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ നിൽക്കുന്നത് 2 ലെറ്റർ വേർഡാണ് വായിക്കാൻ പറ്റുന്നതെങ്കിൽ അവിടം തൊട്ട് കൂട്ടിക്കൊണ്ട് വന്ന് 2 ലെറ്ററിൽ നിന്ന് 3 ലെറ്റർ ആക്കുക, സിമ്പിൾ സെൻറ്റൻസിലേക്ക് വരിക, സിമ്പിൾ പാരഗ്രാഫിലേക്ക് വരിക. അവിടുന്ന് നമ്മൾ പതുക്കെ 5th സ്റ്റാൻഡേർഡിൻ്റെ ലെവലിലേക്ക് പഠിപ്പിച്ചെത്തിക്കാം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ രീതിയിൽ ചിലപ്പോൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ട്യൂഷന് വിട്ടാലോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 5th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ആ ഒരു സിലബസ് എങ്ങനെയെങ്കിലും പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അത് ഒരു കാരണവശാലും കുട്ടിക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. കാരണം കുട്ടിയുടെ ലെവല് അക്കാഡമിക് ലെവൽ എന്ന് പറയുന്നത് ഈ ചെറിയ ക്ലാസ്സിലായിരിക്കും നിൽക്കുന്നത്. അവിടെ തൊട്ട് അവനെ കൂട്ടിക്കൊണ്ട് അവൻ്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി അവൻ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ കൂടെ ടെക്സ്റ്റ് ബുക്കൊക്കെ അഡാപ്റ്റ് ചെയ്ത് കൊടുത്ത് അവനെ ഈ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൻ്റെ ലെവലിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത്. അതിന് ഏകദേശം എത്ര സമയം വേണ്ടി വരും ഒരു കുഞ്ഞിന്? നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യത്തിന് ഇത്ര സമയം കൊണ്ട് റെഡിയാക്കാമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് ഇതൊരു ടീം വർക്കാണ്. ഇപ്പോൾ പേരൻസും ടീച്ചേഴ്സും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും എല്ലാവരും കൂടെ ചേരുന്ന ഒരു നല്ലൊരു ടീമിൻ്റെ വർക്കാണ്. അതിനകത്ത് ആരെങ്കിലും ഒരാൾ പുറകോട്ട് നിൽക്കുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് പുറകോട്ടാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു ടൈം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെ അവനിലേക്ക് എത്തുന്നു, നമ്മളും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് അവനിലേക്ക് എത്തുന്നു എന്നതിനനുസരിച്ചിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. അത് ശരിക്കും 1-2 സെഷൻ കഴിയുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്കൊരു ടൈം പറയാനും പറ്റും. ചില കുട്ടികളിലൊക്കെ നമുക്ക് ഇത്ര സമയം കൊണ്ട് തന്നെ ഇന്ന ഏരിയയിൽ എത്തിക്കാം അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിന്റെ ലെവലിൽ എത്തിക്കാം എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അത് ശരിക്കും നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് സാധാരണയായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്നത് ടീച്ചേഴ്സിനെയും അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനെയും വിളിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ പേരൻസുമായിട്ടൊക്കെ നന്നായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഒരു ടൈം പറയാൻ പറ്റുന്നത്. കാരണം എത്രത്തോളം പേരൻസ് കോപ്പറേറ്റീവ് ആണ് അല്ലെങ്കിൽ അവൻ്റെ സ്കൂള് നമ്മളോട് എത്രത്തോളം കോപ്പറേറ്റീവ് ആണ് അതിനനുസരിച്ചിട്ടാണ് ഒരു കുട്ടീനെ നമുക്ക് ഇത്രത്തോളം സമയം കൊണ്ട് വേണേൽ മാറ്റാം എന്നും പോലും പറയാൻ പറ്റുന്നത്. കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചാണല്ലോ പഠന പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യമാണെന്നൊക്കെ ഉള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമേ ചെയ്യുന്നത് കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഏത് ഏരിയയിലൊക്കെയാണ്, അവന് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവന് കൂടുതൽ സന്തോഷം എന്നുള്ളത് കണ്ടെത്തും. അതിന് ശേഷമാണ് നമ്മൾ പഠന പ്രവർത്തനങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആക്കും, ഒന്നിച്ചാക്കിയതിന് ശേഷമാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ കുട്ടിക്ക് ഒരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്നു, അവൻ്റെ കാര്യങ്ങൾ ഒന്ന് നമ്മൾ ചോദിച്ചറിയുന്നു, അതിനനുസരിച്ചിട്ട് നമ്മളും കുട്ടിയുടെ കൂടെ അല്ലെങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കൂടെ നിൽക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഠനം എന്നുള്ളത് വളരെ എളുപ്പമാണ്. കാരണം കുട്ടി നിൽക്കുന്നത് ചെറിയ ക്ലാസ്സിൻ്റെ ലെവലിലായിരിക്കും. അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പം അവൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം ചോദിച്ച് അതും ഈ നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടേണ്ടത് ആ ടോപ്പിക്കും കൂടെ ഒന്നിച്ചാക്കിയതിന് ശേഷമാണ് പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ പഠന വൈകല്യമുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എങ്ങനെയാണ് പഠന പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്ക് പഠന വൈകല്യം അതോ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് കണ്ടെത്തിയാൽ നമ്മളൊരു ടീം വർക്കാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് പേരൻസ്, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഇവരെല്ലാം കൂടെ ചേർന്നൊരു ടീമാണ് കുട്ടിക്ക് വേണ്ടിയിട്ട് പഠന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ടീം പഠിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. അവൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഏതൊക്കെയാണ് നമ്മൾ പേരൻസിനോടും ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു, അവരുടെ
അവരുടെയും കൂടെ സജഷൻസ് നമ്മൾ ഇതിൻ്റെ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നതിനകത്ത് ഉൾപ്പെടുത്തുന്നു. അതിനുശേഷം കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് കുട്ടി ഏത് ലെവലിലാണോ പഠിച്ചു നിൽക്കുന്നത്, 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 3rd സ്റ്റാൻഡേർഡാണോ 2nd സ്റ്റാൻഡേർഡാണോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു ലെവലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരിക. അവനെ പഠിപ്പിക്കാനുള്ള പാഠഭാഗങ്ങളിൽ അവന് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി വളരെ ഫണ്ണായിട്ടുള്ള രീതിയിൽ അവനുമായിട്ട് അവൻ്റെ ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിലല്ല, അവൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്നുള്ള ഒരു രീതി അവനിലേക്ക് നമ്മൾ എത്തിച്ചതിന് ശേഷം നമ്മൾ അവനെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിപ്പിച്ചാലും അവനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അവനെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തി പഠിപ്പിച്ച് കൂടെ നടക്കുന്ന ഒരാളായിട്ട് അവനെ അവൻ്റെ ക്ലാസ്സിൻ്റെ ലെവലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മളൊരു ടീം വർക്കാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടീച്ചേഴ്സും പേരൻസും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സൊക്കെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അത് നിശ്ചിത ഇടവേളകളിൽ ഒരു ഇവാലുവേഷൻ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് അടുത്ത ഗോൾ സെറ്റ് ചെയ്യുന്നു. കുട്ടി എവിടം വരെ എത്തി എന്നുള്ളത് കറക്റ്റ് ഒരു 3 മാസമോ 2 മാസമോ ഒക്കെ ചേരുന്ന ഒരു ഇടവേളകളിൽ നമ്മൾ പരിശോധിക്കുകയും അതിനനുസരിച്ചിട്ട് അടുത്ത ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേരൻസിനും അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ കുട്ടി എവിടം വരെ എത്തി എന്നുള്ളതൊക്കെ കാണാനായിട്ടൊക്കെ സാധിക്കും. എൻ്റെ ഒരു സംശയം, റെഗുലറായിട്ട് ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടിക്ക് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ അടുത്ത് എല്ലാ ദിവസവും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടി എത്ര ദിവസമാണ് ഈ ഒരു പ്രവർത്തനത്തിനായിട്ട് എത്തേണ്ടത്? അതിന് ഇത്ര ദിവസങ്ങൾ വരണമെന്നൊന്നും നമ്മൾ സാധാരണ പറയാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടീം വർക്കാണ്. അതിനകത്ത് ഒരു ചെറിയൊരു റോള് മാത്രമാണ് ടീച്ചേഴ്സിനും പേരൻസിനും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനുള്ളത്. പക്ഷേ എല്ലാവരുടെയും റോള് അവനവൻ ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോൾ അതിൻ്റെ എല്ലാ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ കുട്ടിയിലേക്കാണ്. അഥവാ പഠന വൈകല്യം എല്ലാ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയിലേക്കാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് നല്ലൊരു സെഷൻ എടുത്തു, 1 hour വരുന്നൊരു സെഷൻ എടുത്തു, അതിൻ്റെ ബാക്കി ഫോളോ അപ്പ് പേരൻസിനും കൂടെയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവന് വീട്ടിലും കൂടെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യാനുണ്ടാവും. അത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം എന്ന് പറയുമ്പോൾ ഒരു 3 മണിക്കൂർ, ഒരു 1 hour വരുന്ന 3 സെഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്തിനായിരിക്കും കൊടുക്കുന്നത്? നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്നുള്ളതൊരു അസസ്മെൻറ്റ് നടത്തുക. കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ കാര്യത്തിൽ വിജയിച്ചു. കാരണം അതിനുള്ള എന്താണോ പ്രശ്നം അതിനുള്ള റെമഡിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പഠിക്കാൻ പുറകോട്ടാണ് എന്ന് കരുതി എല്ലാം പഠിപ്പിച്ച് തീർക്കുക എന്നുള്ളതല്ല. പഠനത്തിൽ ഏത് ഏരിയയിലാണ് പ്രശ്നം, റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ അരിത്തമെറ്റിക് കാര്യങ്ങളാണോ, ആ ഏരിയയിലെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക, അതിനുള്ള റെമഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. 15 വർഷക്കാലമായല്ലോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ശരിക്കും 15 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ കുറച്ച് വർഷങ്ങൾ സ്കൂളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. നിരവധി പ്രോജക്റ്റുകളിൽ ഗവൺമെൻറ് പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം ICH സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും സ്കൂളിൽ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ എയർലി ഇൻ്റർവെൻഷനാണ് ഇപ്പം ഞാൻ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടികളെ അവരുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്തുക, അതുപോലെ തന്നെ ഓട്ടിസം അതിൻ്റെ എയർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്തുകയും അതിനുള്ള റെമഡി സ്റ്റാർട്ട് ചെയ്യുകയും അവരെ സ്കൂളിലേക്ക് നോർമൽ സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത്. ഓട്ടിസം പോലെ തന്നെ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി, ലേണിംഗ് ഡിഫിക്കൽറ്റി, വിഷന് പ്രോബ്ലം ഉള്ള കുട്ടികൾ, ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടെത്തുകയും അവരെ ഒരു എയർലി സ്റ്റേജിൽ തന്നെ സ്കൂൾ ഏജ് എത്തുന്നതിന് മുന്നേ തന്നെ അവരുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ സിവിയറിറ്റി കുറച്ച് കൊണ്ടുവരികയും സ്കൂളിലേക്ക് റെഡിയാക്കി നോർമൽ സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു വർക്കുകളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം 15 വർഷമായെന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ ഇത്രയും ആയല്ലോ അല്ലെങ്കിൽ ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം എനിക്കിപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ LLB സ്റ്റുഡൻസ് ഉണ്ട്, എൻജിനീയറിങ്ങിന് ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്, ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വിളിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ ഒരു ടീച്ചിങ് ആ ഒരു പ്രൊഫഷൻ്റെ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ശരിക്കും മനസ്സിലാക്കുന്നത്. കാരണം അവർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റി, അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അവൻ്റെ ടീച്ചേഴ്സ് അവനെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അവൻ്റെ ഒരു ലൈഫിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എനിക്കും ഒരു ചെറിയ റോള് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത്.
ഇതൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത്രത്തോളം കുട്ടികളെ, ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഒരു പഠിപ്പിക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ അവരുടെ കുറവുകളിൽ നിന്ന് മാറ്റി, അവരുടെ കുറവുകളെയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നല്ലൊരു പ്രൊഫഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു നല്ല ലൈഫിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ നേരിടുന്ന ലേണിംഗ് ഡിസബിലിറ്റി, ഓട്ടിസം, ADHD അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലൊരു ചെറിയ ടോപ്പിക്കായ ലേണിംഗ് ഡിസബിലിറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളുക. അതോടൊപ്പം നിങ്ങൾക്ക് നേരിട്ട് സാറിനെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സാറിനെ നേരിട്ട് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇത്രയും നേരം ലേണിംഗ് ഡിസബിലിറ്റി എന്ന ടോപ്പിക്കിനെ പറ്റി വളരെ ലളിതവും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് സംസാരിച്ച സോജൻ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.